ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി കൂന്തൽ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെയ്തെടുക്കാൻ വേണ്ടി 2 തക്കാളിയാണ് എടുത്തത്. ചെറിയ 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയാണ് എടുത്തത്. ചെറുതായി കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. ഒരു വലിയ സവാളയാണ്. മീഡിയം സൈസുള്ളതാണെങ്കിൽ 1.5 സവാള എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും. സവാളയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ ഇത് തുറന്നു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികൾ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. കൂന്തൽ കുക്കായി വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ വേവിച്ചെടുക്കാം. ഇതിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് തുറന്ന് വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഇതൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.